കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാന നിമിഷം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിലുള്ള ക്യാപ്റ്റൻ അത് നമ്മളെ സംബന്ധിച്ച് ഒരു മലയാളിയാണ് എന്നുള്ളതാണ്. തൃശൂർ സ്വദേശിയായിട്ടുള്ള ആളാണ്. നമസ്കാരം. വിഴിഞ്ഞത്താണ് ഇപ്പോഴുള്ളത്. ഇവിടെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒന്നടങ്കം അഭിമാന നിമിഷം കൂടെയുള്ള ഒരു സമയമാണ്. കാരണം MSC ഐറീന എന്ന് പറയുന്ന മദർഷിപ്പ് അതിപ്പോ ഇവിടെ വിഴിഞ്ഞത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാന നിമിഷം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിലുള്ള ക്യാപ്റ്റൻ അത് നമ്മളെ സംബന്ധിച്ച് ഒരു മലയാളിയാണ് എന്നുള്ളതാണ്. തൃശൂർ സ്വദേശിയായിട്ടുള്ള ആളാണ്. അതായത് തൃശൂർ പുറനാട്ടുകര സ്വദേശി വില്ലി ആന്റണിയാണ് ഈ മദർഷിപ്പിന്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ രാജ്യത്ത് തന്നെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു കപ്പൽ ലോക റെക്കോർഡുള്ള ഈ ഒരു കപ്പൽ വന്നിരിക്കുന്നത് എന്നതും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ വലിയ അഭിമാന നിമിഷം തന്നെയാണ്. നമ്മുടെ രാജ്യം എത്രത്തോളം വലിയ രീതിയിൽ വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖവും വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ഇത്ര വലിയ മദർഷിപ്പും ഒക്കെ ഏറ്റവും വലിയ സൂചനയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ഇത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ബോംകോ ലീസിംഗ് കമ്പനി MSCക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ള 2 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളുടെ നാമകരണവും വിതരണവും ഒക്കെ ഒരേ ദിവസം പൂർത്തിയാക്കി റെക്കോർഡിട്ട കപ്പലാണ് ഈ പറയുന്ന MSC ഐറീന എന്നുള്ളതാണ്. 22 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള കപ്പലിന് 400 മീറ്റർ നീളവും 61 മീറ്ററിലധികം വീതിയുമാണ് ഉള്ളതെന്നതാണ് മറ്റൊരു സവിശേഷത. 24,000 മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു വരിയിൽ 25 കണ്ടെയ്നറുകൾ വഹിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2023 ഇത് നിർമ്മിച്ചതെന്നാണ് വിവരം. 35 ജീവനക്കാരാണ് ഇതിൽ സാധാരണയായി പ്രവർത്തിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ അഭിനന്ദം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് മലയാളികൾ 2 പേരാണ് ഇതിൽ ജോലി ചെയ്തു വരുന്നതെന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. സിംഗപ്പൂരിൽ നിന്നും യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും ഒക്കെ പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് ഈ കപ്പൽ വരാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മെയ് 2 ശ്രീലങ്കയിൽ ഇത് എത്തിയിരുന്നു. അതിനുശേഷം 1.5 മാസം അവിടെ ഭാര്യയ്ക്കൊപ്പം താമസിച്ചതിന് ശേഷമാണ് ഇതിന്റെ ക്യാപ്റ്റൻ പിന്നീട് കേരളത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടത് എന്നുള്ളതാണ്. 29 വർഷത്തെ മറൈൻ പരിചയമുള്ള മലയാളി ക്യാപ്റ്റനാണ്. 120ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതിലുള്ളത് എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. അതേപോലെ തന്നെ വിഴിഞ്ഞം എന്നത് നമുക്കറിയാം അത്രമാത്രം വലിയ കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പോർട്ടാണ്. ഏറ്റവും വലിയ കപ്പലുകൾക്കടക്കം നങ്കൂരമിടാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു സവിശേഷത. അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെയാണ് ഇപ്പോൾ MSC കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്.